പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂൺ 11 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവെ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ അജ്ഞാത പരിശീലനം കണ്ടില്ലേ? അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തിയതാണ്. നമുക്ക് എല്ലാവർക്കും ഈ അജ്ഞാത പരിശീലനം കിട്ടിയിട്ടുള്ളവരാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന് പകരം ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ആത്മീയമായി ജീവിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയല്ല സംഭവിക്കണമെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് അജ്ഞാത പരിശീലനത്തിൻ്റെ നിറം കെടുത്തിക്കളയും. അപ്പോൾ ഈ അജ്ഞാത പരിശീലനം എന്താണെന്നറിയാമോ? അതായത് ഉദാഹരണത്തിന് ആ ഗോലിയത്ത് വരുന്നില്ലേ, രാക്ഷസൻ. അപ്പോൾ ഇസ്രയേലിലുള്ള എല്ലാ ക്യാപ്റ്റന്മാരും ബ്രിഗേഡിയർമാരും എല്ലാം അവർ ലീവ് എടുത്ത് വീട്ടിൽ പോകും. വീട്ടിൽ പോയവരാണെങ്കിൽ ഭാര്യമാരെ വിടത്തുമില്ല. കാര്യം ഗോലിയാത്ത് പേര് കേട്ട രാക്ഷസനാണ്. അതുകൊണ്ട് ലീവിന് വീട്ടിൽ പോയാൽ ആരും തിരിച്ചു വന്നില്ല. സാവോൾ രാജാവ് കെട്ടിലായി. ഇസ്രയേൽ ഭയങ്കര നാണക്കേടായി. അത് കേട്ടപ്പോഴാണ് ഗോലിയാത്താണെങ്കിൽ അതിർത്തി കിടന്ന് ഭയങ്കര വെല്ലുവിളി. അപ്പോൾ ദാവീദ് അവിടെ അപ്പം കൊടുക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ചേട്ടന്മാർക്ക് അപ്പം കൊടുക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ ഇവനിങ്ങനെ ഇസ്രയേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് ദാവീദിന് ചുരുക്കി പിടിച്ച്. അപ്പോൾ ദാവീദ് എടുത്ത് വയ്ക്കുമ്പോൾ, നീ ചത്ത പട്ടി, എൻ്റെ കർത്താവിനെ ഭത്സിക്കാൻ ഇവൻ ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടന്മാരറിയാതെ ഈ ദൈവസ്നേഹത്തെ കാളി ഇവൻ ദാവീദിൻ്റെ ഇത് പറയും, ഗോലിയാത്തിനെ കൊല്ലാൻ ഞാൻ പോകാമെന്ന് പറയും. അപ്പോൾ സാവോൾ നോക്കുമ്പോൾ ഇവനൊരു പയ്യൻ, ഇടയ പയ്യനാണ്. വെറുതെ ഇവനൊക്കെ പറഞ്ഞു വിട്ട അയാൾക്ക് ഈ അവൻ ഞൊട്ടിക്കളയാണ്. അതുകൊണ്ടാണ് സാവോൾ മുടക്കാൻ വേണ്ടി, നിനക്ക് പരിശീലനം വല്ലതും കിട്ടിയ ആളാണ്, നിനക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പരിശീലനം വല്ലതും കിട്ടിയോ? അപ്പം കിട്ടിയില്ലെന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ പോടാമെന്ന് പറയാൻ പറ്റും. അങ്ങനെ അവന് മടക്കാൻ പറ്റും. അവന് ഒഫൻഡ് ചെയ്യാതെ മടക്കാൻ വേണ്ടി സാവോൾ ചോദിക്കുക, നിനക്ക് യുദ്ധം ചെയ്ത് പരിശീലനമൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പം ദാവീദ് അപ്പോൾ പറയും, എനിക്ക് പരിശീലനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊരു സിംഹത്തെ കൊന്നിട്ടുണ്ടെന്ന് പറയും. അവിടുത്തെ ആരും, സാവോൾ പോലും ഒരു സിംഹക്കുഞ്ഞിനെ പോലും കൊന്നിട്ടില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാവോളിന് കോൺഫിഡൻസ് ആവും. പക്ഷെ എന്താണ് സംഭവിക്കണത്? ഇവനെ ദൈവം ഗോലിയാത്തിനെ ഫേസ് ചെയ്യാൻ വേണ്ടി അജ്ഞാതമായ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചില ഭയങ്കര തന്ത്രപ്രധാനമായ പരിശീലനം വനങ്ങളുടെ ഉള്ളിൽ നടത്തത്തില്ലേ ചില കൂട്ടം ആൾക്കാർ, അതുപോലെ ദൈവം ഇവനെ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വനാന്തര ഭാഗങ്ങളിലൊരു പരിശീലനം നടത്തുകയാണ്. ഇവൻ്റെ ആടിനെ പിടിക്കാൻ ചിലപ്പോൾ കരടി വരും, ചിലപ്പോൾ സിംഹം വരും. അതുമായിട്ട് ഇവൻ മൽപ്പിടുത്തത്തിലാകും. അവസാനം ദാവീദിന് ജയിക്കണ രീതി കോൺഫിഡൻസ് ആകും. അപ്പം അതുപോലെ അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഇതുപോലെ നമ്മൾക്കും കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ദൈവം അജ്ഞാതമായ പരിശീലനം നമുക്ക് നൽകുന്നതാണ് നമ്മളുടെ ക്ലേശങ്ങളെന്ന്. അജ്ഞാത പരിശീലനമാണ് ഓരോ ക്ലേശങ്ങളും. അപ്പോൾ ഒരു ക്ലേശം നമ്മളുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ദൈവമാണ് എന്നെ പരിശീലിപ്പിക്കണത്. ഭാവിയിൽ ഈ സാക്ഷ്യ ജീവിതത്തിന് ഇതാവശ്യമായി വരും എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയണം. അല്ലാതെ എനിക്കിങ്ങനെ സംഭവിച്ചതല്ല, ദൈവനോട് ഇങ്ങനെ ചെയ്തല്ല എന്നൊക്കെയുള്ള ഒരു വിവരക്കേടൊന്നും പറയരുത്. കാര്യം ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അജ്ഞാത പരിശീലനം ദൈവം നടത്തുമ്പോൾ ദൈവ പൈതലാണ് നീയെങ്കിൽ നിനക്ക് പെട്ടെന്ന് മനസ്സിലാകും. ജഡിക സന്താനമാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അവരങ്ങനെ മോങ്ങിക്കൊണ്ട് പ്രാർത്ഥന കുറച്ച്, പള്ളിപ്പോക്ക് കുറച്ച്, ഇത്രയും പ്രാർത്ഥിച്ചതൊക്കെ പ്രാർത്ഥിക്കുന്നതോറും ക്ലേശങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു വീട്ടിൽ ചുമ്മാ ഇങ്ങനെ അളിഞ്ഞ വർത്തമാനവും പറഞ്ഞ് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞ് വീട്ടിലിരിക്കും. അതിൻ്റെ അർത്ഥം നീ ഈ ഒരു സാധനം കൊണ്ട് ചിലപ്പോൾ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നും വരാം.
ചിലപ്പോൾ ദൈവം നിന്നെ ഇത്രയും നാളുള്ള ജോലിയിൽ നിന്നെക്കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് കണ്ടിട്ട് ചിലപ്പോൾ ദൈവസന്നിധിയിൽ നിന്നെ തള്ളിക്കളയണമെന്നുമാകുക. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്താണ് സംഭവിക്കണമെന്നുള്ളത്. ഇങ്ങനെയുള്ളവർക്ക് പരിശുദ്ധം പ്രവർത്തിക്കാനും പാടാണല്ല. അപ്പം ജഡിക സന്താനമല്ലാതെ സത്യസന്ധമായ ദൈവത്തെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ അജ്ഞാത പരിശീലനങ്ങൾ നടക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.